ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫലം നല്ലതായിട്ടുണ്ടാവുന്ന സമയമാണ്, പൂക്കുന്ന സമയമാണ്. പൂവുകൾ നിറയെ ഉണ്ടാവും, കായകളൊക്കെ നിറയെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി വെച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും, 6 മാസം 1 വർഷം കഴിയുമ്പോഴേക്കും തന്നെ കായ് ആയി തുടങ്ങും, പൂക്കളൊക്കെ വന്നു തുടങ്ങും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ചെടി വെച്ചാൽ നമുക്കൊരു 10-30 വർഷം വരെ ഇതിന് ആയുസ്സുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഇത് വലുതായി വന്ന് നമുക്ക് കൂടുതൽ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഈ വർഷം ഉണ്ടായതിനേക്കാളും കൂടുതൽ അടുത്ത വർഷം കിട്ടും. എനിക്കങ്ങനെ ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇത്ര പൂവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇത്ര കായകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം നിറയെ കായുണ്ട്. ഇപ്പോൾ കുറച്ച് ഞാൻ പറിച്ച് കഴിഞ്ഞതാണ്. പഴുത്ത കായ 1-2 ഉള്ളൂ. ഇപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളവെടുത്തതാണ്. ഇപ്പോൾ പാകമായിട്ട് 1-2 കായുണ്ട്, പഴുത്ത് 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാനായതാണ്. കണ്ടില്ലേ, വിളവെടുക്കാനായിട്ടുണ്ട്. ഇപ്പം നിറയെ പൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, പൂ ഇങ്ങനെയാണ് പൂ വന്നുകൊണ്ടിരിക്കുന്നത്. വിരിഞ്ഞ് വലിയൊരു പൂവായി മാറും. കായായിക്കൊണ്ടിരിക്കുന്നതാണിത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.